മഴ കനത്തതോടെ ചെളിക്കുളമായി പുത്തൂർ മേത്തുള്ളി റോഡ്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വലഞ്ഞ് യാത്രക്കാർ. മഴ കനത്തതോടെ ഇത് റോഡോ അതോ തോടോ എന്ന് തിരിച്ചറിയാനാകാത്ത സ്ഥിതിയാണ്. പുത്തൂർ മേത്തുള്ളി റോഡിനാണ് ഈ ദുരവസ്ഥ. വർഷങ്ങളായി ഈ റോഡ് ഈ അവസ്ഥയിൽ തകർന്നു കിടക്കുന്നത്. മഴയെ കാരണം ഒരാൾക്ക് നടക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് കുറച്ച് നീങ്ങിയ ഈ അറ്റം വരെ ആട്ടുപാലം വരെ ഈ അവസ്ഥ തന്നെയാണ്. ഒരുപാട് വീടുകളുള്ളതാണ്. ഒരു 10-18 വർഷം മുന്നേ ഈ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം പഞ്ചായത്തിൽ ഒരു ധർണ നടത്തിയതിന് ഫലമായിട്ടാണ് ഇവിടെ റോഡ് ഉണ്ടായത്. അതിനുശേഷം മെയിൻ്റനൻസ് വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യാനായിട്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ അവസ്ഥയാണ് ഈ നമ്മുടെ പിറകിൽ കാണുന്ന റോഡ്. നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. വണ്ടിയിൽ പോണവർ വീണിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പുത്തൂരിൽ നിന്ന് പുഴമ്പള്ളത്തേക്കും മരുത്താക്കരയിലേക്കും പോകുന്ന എളുപ്പമാർഗമാണ് ഈ റോഡ്. റോഡ് ചെളിക്കുളമായി മാറിയതോടെ ജനത്തിന് സാഹസിക യാത്ര പുറത്തെടുക്കേണ്ട സ്ഥിതിയാണ്. ഇവിടെ കാണുന്ന പോലില്ല. ഇവിടുന്ന് 1 കിലോമീറ്ററോളം വഴി ഭയങ്കര മോശമാണ്. സൈഡുകളൊക്കെ ഇടിഞ്ഞ് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ വരാൻ പറ്റില്ല. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ പോണതാണ്. ഇവിടെയാണ് ബസ് വന്ന് നിർത്തുക. ഇതാണ് ബസ് സ്റ്റോപ്പ്. വർഷകാലം ഇപ്പം മഴ തുടങ്ങിയിട്ടല്ലോ, ഇപ്പം തന്നെ ഇങ്ങനെയായി. അപ്പോൾ ഇനിയുള്ള കാലം ഒരു വർഷകാലം എങ്ങനെയാണ് ഇവിടെ നിന്നുള്ള ജനങ്ങൾ കഴിഞ്ഞു പോകാന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ റോഡ് ഇപ്പോൾ 9 വർഷത്തോളമായിട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ജനങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരെ അവർ സ്റ്റാൻഡിൽ നിന്ന് ഇവിടേക്കാന്ന് പറഞ്ഞാൽ അവർ പിന്നെ വരില്ല. കുണ്ടും കുഴിയും അറിയാത്തതിനാൽ തന്നെ അപകടങ്ങളും തുടർക്കഥയാണ്. ഭിന്നശേഷിക്കാരിയായ MG ഇന്ദുവിന് ഉണ്ടായ ദുരനുഭവം കേൾക്കാം. അപ്പോൾ ഈ വഴിയിൽ ഒരു 3-4 തവണ എനിക്ക് പോകേണ്ടി വരും. ഞാൻ മൃഗാശുപത്രിയിലാണ് എനിക്ക് ജോലി. ആദ്യത്തെ ദിവസം എൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ അന്ന് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യണ ദിവസം ഞാൻ ഈ കുഴിയുടെ നടുവിൽ പെട്ടു. എനിക്കാണെങ്കിൽ ഈ കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അന്ന് എന്നിട്ട് 8:30 ജോയിൻ ചെയ്യണം. ഞാൻ അന്ന് 8:45 കഴിഞ്ഞു. 9 മണി ആവാറായി ഞാൻ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ. ഈ വണ്ടി എന്നുവെച്ചാൽ നടുവിലത്തെ ടയർ അടിയിലേക്ക് ചെളിയിലേക്ക് താന്നു പോയി. മിക്ക ദിവസവും വണ്ടി നടുവിലെത്തുമ്പോൾ ഇങ്ങനെയല്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു 2 മഴ പെയ്തപ്പോൾ ഇതിനെക്കാട്ടും വെള്ളം ഓവറായിട്ട് കൂടും. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു കുട്ടിയുടെ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു, സഡനായിട്ട് തട്ടിയിട്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു വഴിക്ക് എനിക്ക് പോയി ജോലി ചെയ്യാനൊരു മാർഗമാക്കി തരണം. സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പേ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കുണ്ടും കുഴിയുമായി ചെളിക്കുളമായി കിടക്കുകയാണ് ഈ റോഡ്. ഇത്രമാത്രം ദുരിതത്തിലാണ് ജനങ്ങൾ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം സൈകേഷ് വളാൻകര, TCV ന്യൂസ്.